BTS അല്ലെങ്കിൽ ജെൻ FF എന്ന് പറഞ്ഞിട്ടുള്ള ഈവൻറ്റിൽ നമുക്കെല്ലാവർക്കും 100 മിനിറ്റ് ഗെയിം കളിച്ചാൽ നമുക്ക് ലഭിക്കാൻ പോകുന്നത് വൈറ്റ് ടീഷർട്ടാണോ? കാരണം നമുക്ക് സ്ക്രീനിൽ വൈറ്റ് ടീഷർട്ട് കാണാൻ സാധിക്കും. 100 മിനിറ്റ് ഗെയിം കളിച്ചാൽ ലഭിക്കാൻ പോകുന്നത് ഈ റിവാർഡാണ്. ബട്ട് നമുക്ക് അത് മാത്രമല്ല കാർണർ സ്കിന്നിൽ ലഭിക്കാൻ പോകുന്നുണ്ട്. ഈ റിവാർഡ്സ് എല്ലാം നമുക്ക് എങ്ങനെയായിരിക്കും ക്ലെയിം ചെയ്യാൻ സാധിക്കുക? സോ നിങ്ങൾക്ക് എല്ലാവർക്കും വളരെ ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണ്. വീഡിയോ മുഴുവനായി കാണാൻ ശ്രമിക്കുക. അതുമാത്രമല്ല നിങ്ങൾ ആദ്യമായിട്ടാണ് യൂട്യൂബ് ചാനലിൽ നിന്ന് വീഡിയോ ആണെങ്കിൽ യൂട്യൂബ് ചാനൽ മറക്കാൻ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ താഴെ കാണുന്ന ബെല്ലൈക്കൺ അമർത്തുക. ജെൻ FF അല്ലെങ്കിൽ BTS ഈവൻറ്റിൻ്റെ പീക്ക് ഡേ വരുന്നത് April 9 ബട്ട് അതിനു മുമ്പ് നമുക്ക് എല്ലാവർക്കും ഫ്രീ ആയിട്ട് ഒരുപാട് റിവാർഡ്സ് ലഭിക്കുന്നുണ്ട്. കോൾ ബാക്ക് ഈവന്റ് നമ്മുടെ ഫ്രീ ഫയറിലേക്ക് വന്നിരുന്നു. ബട്ട് നമുക്ക് എല്ലാവർക്കും മറ്റൊരു ഈവന്റ് കാണാൻ സാധിക്കും. വീക്കെൻഡ് മിഷൻ കാണാൻ സാധിക്കും. വീക്കെൻഡ് മിഷൻ എന്ന ഇവന്റിൽ നിന്ന് നമുക്ക് എല്ലാവർക്കും വൈറ്റ് ടീഷർട്ട് കിട്ടണം. ഇപ്പോൾ നമുക്ക് ക്ലെയിം ചെയ്യണം എന്ന ആഗ്രഹമുണ്ടെങ്കിൽ നമ്മളെല്ലാവരും സൗത്ത് ആഫ്രിക്കൻ സെർവറിലേക്ക് പോകണം. അവിടെ ലഭിക്കാൻ പോകുന്ന ഈ വൈറ്റ് ടീഷർട്ട് 100 മിനിറ്റ് ഗെയിം കളിച്ചാലായിരിക്കും ക്ലെയിം ചെയ്യാൻ സാധിക്കുക. UMB സ്കിൻ, പിന്നെ അവിടെ ഒരു ലോബി ട്രീ, ഇതൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട്. ഇൻക്യുബേറ്റർ വൗച്ചർ, പിന്നെ നമുക്ക് വെപ്പൺ റോൾ വൗച്ചർ കാണാൻ സാധിക്കുന്നുണ്ട്. കുറച്ച് മിനിറ്റുകൾ ഗെയിം കളിച്ചാലായിരിക്കും അവിടെ ഈ റിവാർഡ്സ് ഒക്കെ ലഭിക്കാൻ പോകുന്നത്. ഇത് എഡിറ്റ് ചെയ്ത പിക്ചർ ഒന്നല്ല ഗൈസ്, നമുക്ക് എല്ലാവർക്കും കൂടി ക്ലിക്ക് ചെയ്യുമ്പോൾ കാണാൻ സാധിക്കും, വ്യക്തമായി കാണാൻ സാധിക്കും. ഈ ഒരു വീക്കെൻഡ് മിഷൻ വൈറ്റ് ടീഷർട്ട് ഈവന്റ് ഒക്കെ ഫ്രീ ഫയറിൽ ഇന്ത്യൻ സെർവറിലേക്ക് വരികയാണെങ്കിൽ നമുക്ക് എല്ലാവരും ക്ലെയിം ചെയ്യാം, വരട്ടെ എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. ഇവിടെ കാണുന്ന ഈ കാർണർ സ്കിന്നും സർഫ് ബോണസ് സ്കിന്നും ലഭിക്കാൻ പോകുന്ന ഈവന്റ് ഫ്രീ ഫയറിലേക്ക് വരുന്നുണ്ട്. April 4 ഈവന്റ് സ്റ്റാർട്ട് ആവുന്നത് നമുക്കിവിടെ ഈവന്റ് കലണ്ടറിൽ കാണാൻ സാധിക്കും. നമുക്കിവിടെ BTSന്റെ മറ്റൊരു ക്രിസ്റ്റൽ ടോക്കൺ കാണാൻ സാധിക്കും. ഈ ഒരു ടോക്കൺ ലഭിക്കുന്നുണ്ട് നമുക്ക് മറ്റൊരു മിഷനിലൂടെ. ആ ഒരു ടോക്കൺസ് ക്ലെയിം ചെയ്തിട്ട് നമ്മൾ എക്സ്ചേഞ്ച് അടിക്കുന്നത് കാറുമായിട്ടായിരിക്കും. ഈ കാറിന്റെ സ്കിന്നുമായിട്ടായിരിക്കും. നമുക്കൊരു 25 ടോക്കൺസ് ഒക്കെ ലഭിക്കുകയാണെങ്കിൽ ലഭിക്കാൻ പോകുന്നത് ഈ കാറിന്റെ സ്കിന്നും, പിന്നെ നമുക്ക് എല്ലാവർക്കും ഒരു 15 ടോക്കൺ ലഭിക്കുകയാണെങ്കിൽ ലഭിക്കാൻ പോകുന്നത് സർഫ് ബോണിന്റെ സ്കിന്നും ആയിരിക്കും. സോ ഈവന്റ് വരുന്നത് April 4 ഫ്രണ്ട്സ്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും മറ്റൊരു റിവാർഡ്സ് ലഭിക്കാൻ പോകുന്നുണ്ട്. നല്ല മാസമായിട്ടുള്ള കാറിന്റെ സ്കിന്നും സർഫ് ബോണിന്റെ സ്കിന്നും ലഭിക്കുന്നുണ്ട് നമുക്ക് എല്ലാവർക്കും. ഇവിടെ നമുക്ക് 15 ടോക്കൺ കൊടുത്താലാണ് നമുക്ക് ഈ സർഫ് ബോണിന്റെ സ്കിന്ന് ലഭിക്കുക. ബട്ട് ഇന്ത്യൻ സെർവറിൽ ചിലപ്പോൾ നമുക്ക് ഈ സർഫ് ബോണസ് സ്കിൻ ലഭിക്കുന്നത് ലോഗിൻ റിവാർഡ് ലഭിക്കാൻ പോകുന്ന റിവാർഡ്സ് ആയിട്ടാണ്. ഈ ഡെയിലി മിഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഈവന്റിൽ നമുക്ക് താഴേക്ക് സ്ക്രോൾ ചെയ്യുമ്പോൾ മറ്റൊരു റിവാർഡ് കാണാൻ സാധിക്കും. ഇവിടെ നമുക്ക് ഇത് ചേഞ്ച് ആയിട്ട് നമുക്ക് ലഭിക്കാൻ പോകുന്നത് മിസ്റ്റർ വാഗർ എന്ന പെറ്റിന്റെ സ്കിൻ ആയിരിക്കും. ഈ 3 റിവാർഡ് നമുക്ക് എല്ലാവർക്കും ഇന്ത്യൻ സെർവറിൽ കൺഫേം ആയി ലഭിക്കുന്നുണ്ട്. സോ നമുക്ക് എല്ലാവർക്കും വൈറ്റ് ടീഷർട്ട് ലഭിക്കുന്നുണ്ടോ? നമുക്കത് കൺഫേം അല്ല ഗൈസ്, നമുക്കൊരു ഉറപ്പും പറയാൻ കഴിയില്ല. മറ്റേ സൗത്ത് ആഫ്രിക്കൻ സെർവറിൽ വന്ന ഒരു ഈവന്റ് ആണത്. അതായത് അവിടെ കൊടുക്കുന്നത് വൈറ്റ് ടീഷർട്ടാണ്. ബട്ട് ചിലപ്പോൾ നമുക്ക് അലോകൊക്കെ തന്ന പോലെ നമുക്ക് എല്ലാവർക്കും ഈ വൈറ്റ് ടീഷർട്ടും തരികയാണെങ്കിൽ നല്ലൊരു കാര്യമാവും. സർപ്രൈസ് ഒക്കെ ആയിട്ട് റിവാർഡ്സ് ലഭിക്കുകയാണെങ്കിൽ മാസമായിരിക്കും. സോ നിങ്ങൾക്ക് എന്താണ് അഭിപ്രായം? കമന്റ് ബോക്സ് അറിയിക്കുക. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, താങ്ക്സ് ഫോർ വാച്ചിങ്.